നമസ്കാരം. മിഡിൽ ഗ്രൗണ്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗവർണറും SFIക്കാരും തമ്മിലുള്ള പോര് അനുദിനം രൂക്ഷമായി വരികയാണ്. അതുപോലെ തന്നെ നവകേരള സദസ്സ് തിരുവനന്തപുരത്തോട് കൂടുതൽ അടുക്കുമ്പോൾ പലപ്പോഴും സംഘർഷം ഇങ്ങനെ കൂടുന്നതായും കണ്ടു. കഴിഞ്ഞ ദിവസം റാന്നിയിൽ ഉൾപ്പെടെ DYFIക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും തമ്മിൽ സംഘർഷം നടന്നു. എന്തായാലും അങ്ങനെ ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഉടനീളമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഗവർണർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പോലീസുകാരോട് നിർദ്ദേശിച്ചിരുന്നു തനിക്കെതിരെയുള്ള ബാനറുകൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് നീക്കണമെന്ന്. എന്നാൽ പോലീസുകാരത് കാര്യമായി ഗൗനിച്ചില്ലെന്ന് തോന്നുന്നു. വൈകുന്നേരം വന്നപ്പോൾ ആ ബാനറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പോലീസുകാരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പണി, ഞാനത് മാറ്റാൻ പറഞ്ഞതല്ലേ, അത് അഴിച്ചു മാറ്റൂ എന്ന് പറഞ്ഞ് പോലീസുകാരെ ഉപയോഗിച്ച് തന്നെ അത് അഴിച്ചു മാറ്റി. പിന്നീട് ഒരല്പനിമിഷങ്ങൾക്ക് ശേഷം SFI പ്രവർത്തകർ കൂട്ടമായി എത്തി. കെട്ടിയതിലും അധികം ബാനറുകൾ കിട്ടിയെന്ന് തോന്നുന്നു. അവർ തറയിൽ റോഡിൽ ഒക്കെ പ്രത്യേകം എഴുതുകയും ഒക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായാലും കണ്ടതാണ്. എന്തായാലും ഇന്ന് പിന്നീട് വീണ്ടും ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിൽ ഇറങ്ങി വലിയ രീതിയിൽ ഈ മിഠായി തെരുവിലൂടെ നടക്കുകയും അവിടുന്ന് ഹൽവയൊക്കെ കയറി രുചിക്കുകയും കുട്ടികളെയൊക്കെ ഇങ്ങനെ വാത്സല്യത്തോടുകൂടി എടുക്കുകയൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് പോലീസ് സുരക്ഷ വേണ്ട എന്നാണെങ്കിൽ കൂടിയും വമ്പൻ പോലീസ് സന്നാഹമാണ് ഗവർണറുടെ പുറകെ, അതിലും വമ്പൻ പോലീസ് സന്നാഹമാണ് മുഖ്യമന്ത്രിയുടെ പുറകെ. ഇതിൻ്റെ ഇടയ്ക്ക് പ്രതിഷേധക്കാരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടും പോലീസുകാരുണ്ട്. മറ്റെന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനൊക്കെ നോക്കാൻ ഇവിടെ പോലീസുകാരുണ്ടോ എന്ന് ചോദിച്ചാൽ കാണും. കുറേയേറെ പേർ പോലീസുകാർ ശബരിമലയിലും ആയിരിക്കുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ അൺലോഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇന്റീരിയറിലൊക്കെ ചെയ്യാവുന്നതായി തോന്നുന്നു അല്ലേ? കാരണം പോലീസുകാരല്ലേ ഇതിന്റെ പറയുമായിരിക്കില്ല. കേരളം ഈ പറഞ്ഞതുപോലെ ഈ പോലീസുകാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയാലും വലിയ കുഴപ്പമില്ലാതെ ഓടുന്നൊരു വണ്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ. ഇതല്ല മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലാണെങ്കിൽ പോലീസുകാരൊക്കെ ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ മറ്റു പല പ്രശ്നങ്ങളും അവിടെ സംഭവിക്കും. കേരളം പൊതുവെ ശാന്തമാണ് എന്നുള്ളതുകൊണ്ടും കേരളത്തിന് ഇമാതിരി കുട്ടിയും കോലും കളികൾ കണ്ടു നിൽക്കാനാണ് താല്പര്യം എന്നുള്ളതുകൊണ്ടും അധികം ക്രിമിനലുകൾ അങ്ങനെ ഇവിടെ ഇല്ല, താരതമ്യേന കുറവാണ് കേരളം എന്നുള്ളതുകൊണ്ടാണ് ഈ വണ്ടി ഇങ്ങനെ ഓടുന്നത്. ആ ധൈര്യത്തിലായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രിയും പിണറായി വിജയനും ഒക്കെ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഷട്ടിൽ കളിക്കൊക്കെ നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. ഷട്ടിൽ കളിയാണല്ലോ, ഇവിടുന്ന് ഒരു പന്ത് മറ്റേ ഷട്ടിൽ അങ്ങോട്ടടിക്കും, ഷട്ടിൽ അതുപോലെ തിരിച്ചിങ്ങോട്ട് വരും, ഈ പരിപാടിയാണ്. പക്ഷേ ഇതൊക്കെ നടക്കുന്നത് ഇതൊക്കെ വീക്ഷിക്കുന്ന ജനസമൂഹത്തിന്റെ മുന്നിലാണ് എന്ന് ആലോചിക്കണം. ഒരുപക്ഷെ UP പോലൊക്കെ ഉള്ള ഇതിനെയൊക്കെ വളരെ വൈകാരികമായി കാണുന്ന തരത്തിലുള്ള മനുഷ്യരും ഗുജറാത്തിലോ അങ്ങനെയൊക്കെ ആണ് എങ്കിൽ ഇത് വേറൊരു തരത്തിലേക്ക് പോകുമായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. മറിച്ച് ഒരു രാഷ്ട്രീയ കളിയാണ്. ഈ രാഷ്ട്രീയ കളി കണ്ടിങ്ങനെ രസിക്കാം എന്നുള്ള മട്ടിലാണ് കേരളം അതിനെ കാണുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ SFIയും ഗവർണറും തമ്മിൽ നടക്കുന്നത് CPMഉം RSSും തമ്മിൽ നടക്കുന്ന ഒരു കളിയാണ്. അതിന്റെ ഒരു വെർഷനാണ്. ഈ BJP അണിയറയിലിരുന്ന് പ്രത്യേകിച്ച് ഇതിനകത്ത് കരുക്കൾ നീക്കുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിലും ഈ അതായത് അവിടെ പോയി 2 ദിവസം താമസിക്കുക, പിന്നെ മിഠായി തെരുവിൽ ഇറങ്ങി വന്നിട്ട് കുട്ടികളുമായിട്ട് ഒന്ന് സെൽഫി എടുക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കാൻ ഗവർണർക്ക് പിന്തുണ കൊടുക്കുന്നത് BJPയുടെ ചില താല്പര്യങ്ങളും BJPയുടെ നിർദ്ദേശങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ്, വളരെ ആസൂത്രിതമായി ചെയ്യുന്ന ഒന്നാണ്. മറുവശത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സുരക്ഷാ സേന പ്രതിഷേധക്കാരുടെ തലമണ്ട അടിച്ചു പൊളിക്കുകയും ഇപ്പുറത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ പോലീസ് ഒന്നും ചെയ്യരുത്, ഗവർണർ ആള് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ SFIയുടെ നേതാക്കന്മാർ കോഴിക്കോട് സർവകലാശാല 6 മണിക്കോ 6:30 മറ്റോ ആണ് ഗവർണറോട് എത്തുന്നതെന്നാണ് പറഞ്ഞത്. ഇവർ 4 മണിക്കേ പ്രതിഷേധവുമായിട്ട് അങ്ങ് ജില്ലയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഈ പോലീസുകാർ ഈ SFIക്കാരെ പിടിച്ചു മാറ്റുന്നത് ആർഷോ, ഞാൻ പറയുന്നത് കേൾക്കൂ ആർഷോ, എൻ്റെ കൂടെ വരൂ ആർഷോ എന്നൊക്കെ പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കരയാതെ എന്ന് പറയുന്നത്. വേറൊരു സീൻ ഉണ്ടല്ലോ നമ്മുടെ കിരീടം സിനിമയുടെ ക്ലൈമാക്സിൽ തിലകൻ വന്നിട്ട് പല മോഡുലേഷനിൽ പറയുമല്ലോ, നിന്റെ അച്ഛനാടാ പറയുന്നത്, കത്തി താഴെയാണ്. എന്നിട്ട് പിന്നെ ഒരു മോഡുലേഷനിൽ എന്നതുപോലെ പോലീസ് SP ആണ്, SP SFI സംസ്ഥാന സെക്രട്ടറിയോട് പറയാണ്, മോനെ ആർഷോ ഞാനല്ല പറയുന്നത്, വാടാ കൂടെ വാടാ. ശരിക്കും ഇത് SFI എന്ന് പറയുന്ന സംഘടനയെ അവഹേളിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഇനി ഇവര് പറഞ്ഞുറപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഏത് SP ആണ് ചെന്നിട്ട് ഇതുവരെ സമരക്കാരെടുത്ത് മോനെ എന്നോട് വാടാ? അല്ല, നമ്മൾ കുറച്ചാൾ മുമ്പ് എനിക്കൊന്ന് കോഴിക്കോടോ ആ ഭാഗത്തോടോ ആണെന്ന് തോന്നുന്നു, ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഇങ്ങനെ ഞെക്കുന്ന ഒരു DCP ആണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നത് കൃത്യമായിട്ട്. പക്ഷെ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ SFIയുടെ കൊടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേരളത്തിൽ ജീവിക്കാൻ, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരികയാണ്. മറിച്ച് നിങ്ങൾ KSUO അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനയുടെ ആളോ, ഇതൊന്നും ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളോ
ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രതിഷേധത്തിനും മോനെ വാടാ ചേട്ടൻ്റെ കൂടെ വാടാ എന്നൊന്നും പറയില്ല. സംഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ആ കൊടി ഉണ്ടാവും. മോനെ വാടാ എന്നൊക്കെ വിളിക്കുമായിരിക്കും. പക്ഷെ അതിന് മുമ്പിലും പുറകിലും ഒക്കെ മറ്റ് പലതും കൂടെ മുമ്പിൽ മറ്റു പല വാക്കുകളൊക്കെ കാണും. പോലീസിന്റെ ഒരു തനതായിട്ടുള്ള രീതിയിൽ പോലീസിനും കാര്യം പിടിയിട്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇവരെയൊക്കെ മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചിട്ട് മക്കളെ വാടാ മാമനാടാ ഒക്കെ തിരിടാ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിണറായി വിജയൻ ചിലപ്പോൾ ഇവരോട് എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ട്. ഈ ഗൺമാന്റെ വിഷയം വന്ന സമയത്ത് ഗൺമാൻ ഈ 2 കൈ കൊണ്ടൊക്കെ മറ്റേ ആ ചെറുപ്പക്കാരന്മാരുടെ തലക്കടിച്ചിട്ട് എന്നിട്ട് മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല. എന്നാൽ അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹം മൈക്ക് ഇങ്ങനെ നേരെ മേലോട്ട് പൊക്കി വെച്ചിട്ട് അവിടെ എഴുന്നേറ്റ് പോയി. ഉത്തരവില്ല എന്നുള്ളതല്ല, നിന്നോടൊന്നും ഇതിനകത്ത് ഉത്തരവില്ല എന്നുള്ള വസ്തുത ഈ പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് അറിയാം. ഈ പറഞ്ഞാൽ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ടായിരിക്കും ഉത്തരം പറയുന്നത്. കാര്യം ഈ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആരാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് പ്രസ്താവനകൾ എഴുതി കൊടുക്കുന്നത്? അതായത് പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന ഗവർണർ ആ നടപടി ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭാവമില്ല. കാര്യം അദ്ദേഹം പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള ഭാവത്തിലാണ് അദ്ദേഹം ഈ അഭിപ്രായം പറയുന്നത്. ശരിക്കും നിങ്ങൾ രണ്ടുപേരും, ഗവർണറും ഇതാണ് ചെയ്യുന്നത്, മുഖ്യമന്ത്രി ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും പ്രതിഷേധങ്ങളെ പരിഹസിക്കുകയുമാണ്. ഗവർണർ എന്താണ് ചെയ്യുന്നത്? SFIയുടെ പ്രതിഷേധം എന്താ ചെറിയ കാര്യമാണോ? SFI വളരെ കാര്യമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് പ്രതിഷേധിക്കുന്നത്. KSU മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നതും അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രതിഷേധങ്ങൾ വളരെ ജനകീയമാണ്, ജനതാല്പര്യത്തോടെയുള്ളതാണ്, ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾക്കെതിരെയുള്ളതാണ്. പ്രതീക്ഷകൾക്കൊത്ത സർക്കാരുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗവർണറുടെ പ്രവർത്തനമോ ഒക്കെ വന്നില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള ജനകീയമായ അവകാശം അവർ ഉപയോഗിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരിഹസിക്കാൻ കഴിയുക? മുഖ്യമന്ത്രിക്കും ഗവർണർക്കും പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് ഇങ്ങനെ പരിഹസിച്ച് അവഹേളിച്ച് പുച്ഛിച്ച് തള്ളാൻ സാധിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, എന്തായാലും ഇന്ന് വളരെ രസകരമായും കൗതുകകരമായും ആളുകൾ കണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇത്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേറിട്ട പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗം പത്തനാപുരം തലവൂർ പഞ്ചായത്ത് BJP അംഗമായ C. രഞ്ജിത്താണ് ശരീരം മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ച് പ്രതിഷേധിച്ചത്. പോലീസിനെ ഭയന്നാണ് വെള്ള പെയിൻ്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറയുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു ഇരുനിറം ഉള്ള ആളാണ്. അല്ലല്ല, അതിനു മുമ്പ് ഈ രഞ്ജിത്തിനെ ഒന്ന് പരിചയപ്പെടുത്തണം. അതായത് രഞ്ജിത്ത് അടുത്തിടയ്ക്ക് വൈറലായിരുന്ന ആളാണ്. അദ്ദേഹം ഈ KSEB ഓഫീസിലേക്ക് ഏതാണ്ട് 10,000 രൂപയോളം 9,737 രൂപ പലരുടെ കറണ്ട് ബിൽ അടയ്ക്കാനുള്ളത് ചില്ലറയായിട്ട് കൊണ്ട് കൊടുത്ത് എണ്ണിപ്പിച്ച് ഞാനിത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നേടിയ ഒരാളാണ്. അതെ, ആ ഭാഗത്തേക്ക് കറണ്ട് പരാതികൾ വരുമ്പോൾ KSEBക്കാർ ഗൗനിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാം കൂടെ കറണ്ട് ചാർജ് ഒരുമിച്ച് കൊണ്ട് അടച്ചു. ഈ 9,737 രൂപ ചില്ലറയായിട്ട് കൊണ്ട് കൊടുത്തു. അവരെ കൊണ്ട് അവിടെ ഇരുത്തി അത് എണ്ണിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു KSEB ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, എന്താ മെമ്പറുടെ കയ്യിൽ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയുണ്ടോ? ഇത് ഞാൻ കൃത്യമായിട്ട് കഴുകി തിരിച്ച് ഈ ഇവർക്ക് കൊടുക്കും, നമ്മുടെ ഈ റീസൈക്കിൾ ചെയ്യാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ അദ്ദേഹം വലിയൊരു ഇതിനു മുമ്പ് അദ്ദേഹം ഈ രീതിയിൽ പ്രശസ്തി നേടിയ ഒരാളാണ്. വേറിട്ട രീതിയിലുള്ളൊരു പ്രതിഷേധം എന്നുകൊണ്ട് തന്നെ പ്രശസ്തി നേടിയ ഒരാളാണ്. അദ്ദേഹം കുറച്ച് ഇരുനിറമുള്ള ആളാണ് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ ഈ കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഹാലിളകും എന്നുള്ളത് കൊണ്ട് ഈ ഇന്നത്തെ നവകേരള സദസ്സ് പത്തനാപുരത്തൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു മെമ്പർ കൂടിയാണല്ലോ പഞ്ചായത്തിലെ. അദ്ദേഹത്തിന് പല ആവശ്യങ്ങൾക്ക് വേണ്ടി അതിലേക്കൂടെ പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കറുത്ത നിറമായതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, മറ്റൊരു വാർഡ് മെമ്പറെ എന്തോ പ്രതിഷേധിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എനിക്ക് പോലീസ് എന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ചില ബുദ്ധിമുട്ടുകളുണ്ട്, വേറെ പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് മുഴുവൻ വെള്ള പെയിൻ്റ് അടിച്ചു. അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ രസകരമാണ്. ഇങ്ങനെ വെള്ള പെയിൻ്റ് അടിച്ച് നിൽക്കുന്ന വെള്ള പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ രണ്ടാലും കൂടെ എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. എൻ്റെ അച്ഛൻ്റെ സ്ഥലമൊക്കെ ഉള്ളതാണ് തലവൂർ പഞ്ചായത്തിലെ മെമ്പറാണ് ഇത്. അച്ഛൻ നമ്മുടേത് ആവണീശ്വരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ രണ്ടാലുംകൂട് ഭാഗത്ത് ഇദ്ദേഹം ഒരു കസേരയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് വെള്ള പെയിന്റ് അടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പോലീസ് ഇയാളെ കരുതൽ തടങ്കലിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത്? ഞാൻ ഇവിടുത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധിയാണ്. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലാതെ സാറേ ഇത് നോക്കൂ സാറേ, എന്റെ ഈ മൊബൈല് പോലും കറുത്ത മൊബൈല് പോലും ഞാൻ വെളിപ്പാക്കി. ഞാൻ സമരമല്ല സാറേ, സമരം ഇവരാടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സമരമാണെന്ന്? സാറേ ഇതാണ് കേട്ടോ, ഇത് വരെ കേട്ടോ, ഇതുപോലും ഇല്ല. ഇതിനകത്ത് നോക്കി കഴിഞ്ഞ കറുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് വെച്ചിട്ടുണ്ട് സാർ. പിന്നെന്താണ്? അത് പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല സാർ, അത് പറ്റത്തില്ല. അത് എന്റെ മുഖ്യമല്ല, എന്റെ രാജാവിന് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയാണ്. രാജാവിനെ ഇരിക്കുന്ന സാറേ, എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്.
എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട്. ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല. ഞാൻ ദേവിയത് ഞാൻ ജനശ്രദ്ധ ആകർഷിക്കാനല്ല സാർ, ജനശ്രദ്ധ ആകർഷിക്കാനല്ല. എന്റെ രാജാവിന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്. അല്ല വരത്തില്ല സാർ, സോറി സാറേ. എന്തോ ചെയ്ത് അടിച്ചോ കൊല്ലിയോ സാറേ, എന്താ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ, വരത്തില്ല സാർ, വരത്തില്ല. ഇല്ല സാർ, വരത്തില്ല. എന്തായാലും ഇത് വളരെ രസകരമാണ്. അദ്ദേഹം ആ ദൃശ്യങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം BJP കാരനാണല്ലോ, അദ്ദേഹം കേരളത്തിൽ വന്നാൽ പ്രതിഷേധം ഭയന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം CPM കാരനാണല്ലോ, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് ആ രീതിയിലാണ്. അതായത് CPM കാരനായ മുഖ്യമന്ത്രി തൻ്റെ പഞ്ചായത്തിലൂടെ പോകുമ്പോൾ BJP കാരനായ എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്, ജനപ്രതിനിധിയായ എന്നെ നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി പ്രതിഷേധം ഭയന്ന് അറസ്റ്റ് ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം സത്യത്തിൽ അത് അങ്ങേയറ്റം ശ്രദ്ധ പിടിച്ച് പറ്റുക എന്നുള്ള, അദ്ദേഹം എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ്, ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി തന്നെ ചെയ്തൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും കഴമ്പുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കസേരയാണ്. കസേരയ്ക്കും വെള്ള പെയിന്റ് മൊബൈല്, കറുത്ത മൊബൈല് ഞാൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുത്തത്. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രാജാവ് വരുമ്പോൾ അദ്ദേഹത്തെ നോക്കില്ല, ഞാൻ കണ്ണടച്ചിരുന്നോളാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ് ഞാൻ കിട്ടുന്നത്. ആ കസേര കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറയുന്നത്. അല്ല, പ്രതിഷേധങ്ങൾ ഇങ്ങനെയും ആകാം. മേ ബി എല്ലാ പ്രതിഷേധങ്ങളും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രതിഷേധവും സ്വയം എന്താണ് പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങളിൽ, നമ്മൾ ചില വിഷയങ്ങളിൽ വളരെ വൈകാരികമായ വിഷയങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വയം പ്രതിഷേധമൊക്കെ നടത്തുന്നത് വരും. ഇത് പബ്ലിക്കായിട്ടുള്ള വിഷയമാണ്, രാഷ്ട്രീയമാണ്. ഇവിടുത്തെ എല്ലാ പ്രതിഷേധവും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഗവർണർ ഇറങ്ങി നടക്കുന്നത്, ശ്രദ്ധ പിടിച്ചു പറ്റാനല്ലേ. ഒരു കാര്യമില്ല എന്ന് വിട്ടായി തെരുവിൽ ഇറങ്ങി നടക്കുന്നത് എന്തിനാണ്? അത് സർക്കാരിനെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പോലീസിന്റെ സുരക്ഷ വേണ്ട, ഞാൻ ഉള്ളിലേക്കൂടെ ഇറങ്ങി നടക്കും, എന്നെ തടുക്കാൻ പറ്റുന്നവൻ തടുക്കുക എന്നൊക്കെ പറയുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. ഏത് തരത്തിലുള്ള പ്രതിഷേധം? പരസ്പരം അവഹേളിക്കുന്നതിന്റെ ഭാഗമാണ്. കേരള സർക്കാരിനെ അവഹേളിക്കുക, ചെറുതാക്കി കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഗവർണർക്കുണ്ട്. എന്നതുപോലെ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുകയും തങ്ങൾക്കെതിരെ വരുന്ന പ്രതിഷേധങ്ങളെ അടിച്ചു നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ രീതി. ഇതെല്ലാം കൂടെ അങ്ങോട്ട് കാണുമ്പോൾ ഒരു നല്ല രസമുണ്ട്. എന്തായാലും ഈ രഞ്ജിത്തിന്റെ പ്രതിഷേധം, ഈ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. കാര്യം പുള്ളി അത്ര വൈകാരികമായിട്ട് ആണ് പറയുന്നത്. എന്റെ രാജാവ് വരുമ്പോൾ, രാജാവെന്നല്ല രായാവ്, എന്റെ രായാവ് വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള, രായാവ് വരുമ്പോൾ ഞാൻ നോക്കത്തില്ല സാറേ, ഞാൻ കണ്ണടച്ച് പിടിച്ചോളാം. എന്തായാലും എന്താണ്, പ്രതിഷേധങ്ങളെ ആർക്കും അങ്ങനെ എന്താണ് അടിച്ചമർത്താനൊന്നും പറ്റില്ല. ഒരിടത്ത് അടിച്ചമർത്തുമ്പോൾ മറ്റൊരിടത്ത് ആ പ്രതിഷേധം വീണ്ടും മുളച്ചു വരും. അതങ്ങനെയാണല്ലോ. ഇല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊരു പ്രതിഷേധം, അദ്ദേഹം കരിങ്കൊടി കാണിച്ചില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന സ്ഥലത്തേക്ക് പോയില്ല, അദ്ദേഹം ആകെ പോവുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹം പറയുന്നതാണെങ്കിൽ കറുപ്പ് കണ്ടാൽ ഇനി മുഖ്യമന്ത്രി വരുന്നിടത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന് വെള്ള പെയിന്റ് അടിച്ചു. ഇതിനകത്തുള്ളൊരു പരിഹാസമുണ്ട്. വരെ കറുത്ത വെള്ളയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് വെള്ളയടിച്ചെന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നതിനകത്ത് ഇതിനകത്ത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു പരിഹാസം, സറ്റയറാണ് എന്നുള്ളത് ഒന്നാന്തരം പരിഹാസമാണ്. പക്ഷെ അദ്ദേഹത്തെ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാനലുകളിലൊക്കെ സറ്റയറായിട്ട് ചെയ്യുന്ന പരിപാടികളുടെയൊക്കെ അവതാരകരെ ഇനി മിക്കവാറും പോലീസ് പിടിക്കുമോ എന്നുള്ളതാണ്. കാരണം ഇത് പരിഹസിക്കുന്നതിന് വേണ്ടി ചെയ്തു. കാർട്ടൂൺ വരയ്ക്കുന്നവരെ നാളെ പിടിക്കില്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ പരിഹസിച്ച് മുഖ്യമന്ത്രി അതുവഴിയാണ് പോകുന്നതെങ്കിൽ ആ വഴിയിൽ നിൽക്കുമ്പോൾ ഈ പരിഹസിക്കുന്ന ആൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്താതിരിക്കുക എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ കരുതൽ എന്ന് പറഞ്ഞ കാര്യം. അല്ല, ഇപ്പൊ ഇദ്ദേഹത്തെ തിരിച്ചുവിടും. മുഖ്യമന്ത്രി പരിഹസിച്ചു എന്നും പറഞ്ഞപ്പോൾ കേസൊന്നും എടുക്കാൻ പോകുന്നില്ല. സ്വന്തം ശരീരത്താണ് അയാൾ വെള്ള പെയിന്റ് അടിച്ചത്. അത് വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അയാളുടെ ശരീരം അയാൾ ഭരിക്കുന്ന രാജ്യമാണ്. അത് മാത്രമല്ല, മറ്റേ ആളുകളും എതിർക്കുന്നുണ്ട് അദ്ദേഹത്തെ. അനെന്തിനാ പിടിച്ചിട്ട് പോകുന്നത്? അവനവിടെ നിൽക്കുകയല്ലേ,
എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ആളുകൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആളുകളൊക്കെ ഇങ്ങനെ തിരിച്ച് ചോദിച്ചു തുടങ്ങി. ഇന്നലെ വേറൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു, സ്ഥലം എനിക്ക് ഓർമ്മയില്ല, പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ ഹൈഡ്രജൻ ബലൂണ്, അത് പത്തനംതിട്ട ആറന്മുളയിലാണ് ഞങ്ങളവിടെ. അതെ, ഹൈഡ്രജൻ ബലൂണിൽ ഇത് ഞാൻ ആദ്യമായി കണ്ടത് എന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടായിരിക്കാം. പണ്ട് തമിഴ്നാട്ടിൽ ഒരിക്കൽ നരേന്ദ്രമോദി വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ DMK അവർക്കെതിരെ വലിയ പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും, എനിക്കൊന്ന് വൈക്കോയുടെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഈ ഹെലികോപ്റ്ററിലാണ് മോദി ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഇവർ താഴെ നിന്ന് ഈ ഹൈഡ്രജൻ ബലൂണുകൾ, കറുത്ത ഹൈഡ്രജൻ ബലൂണുകൾ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തിവിടും. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഫുള്ള് കറുത്ത ഹൈഡ്രജൻ ബലൂണ് എന്നുള്ളത് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ കാർട്ടൂൺ വരെ വന്നിരുന്നു. എന്തായാലും ഞാൻ ഓർക്കുന്നത് തമിഴ്നാട്ടിലാണ്. എന്തായാലും ഇവിടെ ഇനി ആറന്മുളയിലും അത് കണ്ടു. പക്ഷെ അത് നല്ലൊരു സമര രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ കരിങ്കൊടി കാണിക്കണ്ട, ബലൂണിനും കച്ചവടമാകുന്നത് മാത്രമല്ല ബലൂണിനകത്ത് ഈ കരിങ്കൊടി കെട്ടിയിട്ടിട്ട്, പക്ഷേ ഈ ഹൈഡ്രജൻ ബലൂൺ ആയതുകൊണ്ട് ഇത് പൊന്തി അങ്ങ് പോകും. അത് എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ ചെയ്യിക്കാൻ പറ്റിയാൽ, കുറച്ചേരം സ്റ്റേ ചെയ്യിക്കാൻ പറ്റിയ സാങ്കേതിക സംവിധാനം വല്ലതും ഉണ്ടെങ്കിൽ, സാങ്കേതിക സംവിധാനം ഉണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമായി അത് പോലീസ് അതിനെ തടുക്കും. അല്ല, പോലീസ് തടുക്കുന്ന ആരാ? നിങ്ങൾ ആ ബലൂണിന് എന്ത് വെടിവെച്ചിടുവോ? അത് കല്ല് ഉറക്കി എറിയോ? ഞാൻ ചോദിക്കുന്നത് ബലൂണിനകത്ത് കരിങ്കൊടി കല്ല് ഉറക്കി എറിയുമോ വെടിവെച്ചിടുമോ എന്നൊക്കെ ബിനോയ് ചോദിച്ചില്ലേ? അതിൻ്റെയൊക്കെ അപ്പുറം, നമുക്ക് ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറമായിരിക്കും സ്വാഭാവികമായും പോലീസ് ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കണ്ടതല്ല. ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിയാണോ വഴി നിൽക്കുന്നവരെ ഒന്ന് തല്ലേണ്ടത്? അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയുടെ സംഘത്തിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജോലിയാണോ ഫേസ്ബുക്കിൽ നീ വാടാ കടക്കിൽ വാടാ കാണിച്ചു തരാമെന്ന് പറയേണ്ടത് ആണോ? അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇവരെത്തിക്കഴിഞ്ഞു, മനസ്സിലായി. അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോലീസുകാർ പോയിട്ടുണ്ട്. എന്തായാലും കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പോലീസിൽ തന്നെ 2-3 ചേരിയൊക്കെ കാണുമല്ലോ ഈ ഭരണത്തെ അനുകൂലിക്കുന്ന. പക്ഷെ അവരൊന്നും അതങ്ങനെ പരസ്യമായിട്ട് ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നില്ല. പലപ്പോഴും ചെറുതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സജീവമായിട്ട് അടിക്കാനും കൊല്ലാനും ഒക്കെ തയ്യാറാണ്. പിന്നെ പോലീസിനകത്തൊരു ഇടതുപക്ഷം അനുകൂല സംഘടനകളുള്ളത്, മറ്റു വിഭാഗങ്ങളും ഉണ്ട്, സ്വാഭാവികമായിട്ടും ഉണ്ട്. ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ അനുകൂലികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് എന്ന മട്ടിൽ ചെയ്യുന്നു പോലീസിനകത്തുള്ള സഖാക്കന്മാർ. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ ആവേശം കയറുകയും അവർ എന്താണ് ഈ പറഞ്ഞതുപോലെ കടക്കൽ കാണിച്ചു തരാം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന അത്തരം ചില കാര്യങ്ങളുടെ ഭാഗമാണ്. തന്നെയുമല്ല, പോലീസിന് ഈ പറഞ്ഞ അതത് സമയത്തെ ഭരണ സംവിധാനങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്ന, അതത് സമയത്തെ യജമാനന്മാരോട് കൂറു പുലർത്തുന്ന നായ്ക്കൾ എന്നത് പറയുന്ന, നായ്ക്കൾ എന്നല്ല, വളർത്തു ജീവികൾ എന്തായിക്കോട്ടെ, അവർക്ക് ഉള്ളതുപോലെ തന്നെ ഒരു വിധേയത്വം. ഇവ ഈ പോലീസ് എന്ന് പറഞ്ഞ ഒരു ടൂളാണല്ലോ, ഭരണകൂടത്തിൻ്റെ ഒരു ടൂളാണല്ലോ. ഈ പ്രതിഷേധങ്ങളോ സമരങ്ങളോ ഇത്തരം കാര്യങ്ങൾ എന്തുണ്ടായാലും ഇതിനെ ഡീൽ ചെയ്യാൻ, കായികമായി നേരിടാൻ ഉള്ള ഔദ്യോഗിക അവകാശങ്ങളുള്ള, അധികാരങ്ങളുള്ള സംവിധാനം എന്നുള്ള നിലയ്ക്കാണല്ലോ പോലീസിനെയൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നത്. ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയൊരു പവർ ആവുന്നത് അങ്ങനെയാണ്. സേന കയ്യിലിരിക്കുന്ന ആളാണ് ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രി തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ പോലീസിന് ഈ പറഞ്ഞ പാർട്ടി സംവിധാനങ്ങളോടും ഈ നേതാവിനോടും മുതലാളിയോടും കൂറു പുലർത്തുക എന്നുള്ളത് പോലീസിന്റെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ലാത്തവൻ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് പോലീസിൽ നിന്നൊക്കെ പുറത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ അടിച്ചു പോകേണ്ടി വരും, സസ്പെൻഷൻ കിട്ടും. വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ ചെല്ലുമ്പോൾ, മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ജോലിക്കായി ചെല്ലുമ്പോൾ മറ്റുള്ളവർ സംഘം തിരിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി. അത് വളരെ സ്വാഭാവികമാണ്, ശരിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഈ ആറന്മുളയിലുള്ളൊരു ആൾക്കെതിരെ മറ്റേ എന്തോ വിശദീകരണമൊക്കെ ചോദിച്ചതൊക്കെ അന്ന് നമ്മൾ വാർത്തയാക്കിയിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം എന്തായാലും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഗ്രോവാസുവിനെ ഇറക്കിയപ്പോൾ അഭിവാദ്യം അർപ്പിച്ചു എന്ന് അവിടെ ചെന്നു എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വിശദീകരണമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വളരെ സ്വാഭാവികമാണ്. എന്തായാലും എൻ്റെ മറ്റൊരു ആശങ്ക ഇതല്ല, ഈ ഇങ്ങനെ പോലീസുകാരൊക്കെ തന്നെ പാർട്ടിക്കാരെ പോലെ പെരുമാറുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ലേ കാര്യങ്ങൾ. അവിടെയാണ് പ്രശ്നം. ഈ പറഞ്ഞ പോലെ പോലീസിന് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കൂറുണ്ടെങ്കിൽ, മറുവിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അയാൾ എങ്ങനെ അയാൾക്ക് നീതി ലഭിക്കും എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, സസ്പെൻഷനിലാവുന്ന പോലീസുകാരുണ്ട്. എന്നാൽ മോഷണ കേസിൽ ഒരു പോലീസുകാരൻ സസ്പെൻഷനിലായി, അതുപോലെ കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായ പോലീസുകാർ, ഇവരെയൊക്കെ വീണ്ടും ഇതേ സേനയിൽ തന്നെ വച്ചു പൊറിപ്പിക്കുകയാണ്. കാര്യം ഇവരാണ് നിയമം നടപ്പാക്കേണ്ടവർ. ഇവർ നിയമം പാലിക്കാത്തവരാണ്. അവരെ തന്നെ നിയമപാലനത്തിനായി വീണ്ടും നിയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ പെരുമാറുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗങ്ങളോട് എതിർപ്പ് പരസ്യമായി പുലർത്തിക്കൊണ്ട് തന്നെ അവരതങ്ങനെ അവർ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാകുമ്പോൾ സർക്കാർ ഇതൊക്കെ നോക്കേണ്ടതല്ലേ? സർക്കാരിന് ഇതിനൊക്കെ എവിടെയാണ് സമയം? സർക്കാരിന്റെ
സാറേ അവരെ ഉപയോഗിക്കുകയാണ്, അവർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഈ പോലീസുകാരന് ഒരു മെഡൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് മെഡൽ മാത്രമല്ല, ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം റിട്ടയർഡ് ആകുന്ന സമയമാകുമോ, അല്ലെങ്കിൽ നേരത്തെ രാജിവെച്ച് എന്ന VRS ഒക്കെ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത ശേഷം അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് IAS-കാരൊക്കെ പകുതിക്ക് വെച്ച് ഇട്ടേച്ച് പോയിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. നമ്മുടെ അൽഫോൺസ് കണ്ണന്താനമൊക്കെ മത്സരിച്ച ഓർമ്മയിൽ. അതുപോലെ അദ്ദേഹം ജോലി രാജിവെച്ച് ഇനി എവിടെയെങ്കിലും മത്സരിക്കുമോ സീറ്റ് കൊടുത്ത് MLA ആക്കി. അപ്പൊ അങ്ങനെ കായികമായ ഒരു കരുത്തുകൂടെ ഉണ്ട്. കാരണം അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അല്ല, എനിക്ക് തോന്നുന്നു എല്ലാ പാർട്ടിക്കാരും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരു വാർഡിൽ നിർത്തി മത്സരിപ്പിച്ചാലും മതി. അവിടെ ഈ പറഞ്ഞ പോലെ പോലീസിന്റെ അടിത്തടകൾ പഠിച്ചവനും കരുത്തുള്ളവനുമായ ഒരാൾ ഉള്ളത് നല്ലതാണ്. എന്തായാലും പോലീസുകാർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരു റോഡിലൂടെ ഒരിടം വരെ പോകുന്നു, റിട്ടയർ ആയ പോലീസുകാരുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ടിറ്റോയോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എന്തായാലും ഇവിടെ ഞാൻ പറയുന്നില്ല. അതായത് ലളിതമായിട്ടൊക്കെ പറയാൻ വേണമെങ്കിൽ, അതായത് സർവീസിലിരിക്കെ പബ്ലിക്കായി സിഗരറ്റ് വലിച്ച ഒരുത്തന്റെ മുഖത്ത് പോകെ ഒരു അടി കൊടുത്ത പോലീസുകാരൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ആയി പോലീസുകാരൻ. ഈ റിട്ടയർ ആയ പോലീസുകാരൻ പബ്ലിക്കായിട്ട് അവിടെ സിഗരറ്റ് വലിക്കുമ്പോൾ അന്ന് അടി കൊണ്ട ആള് നേരെ വന്ന് ചെവുക്കൽ വിളക്ക് വരണം. നിനക്കെന്നെ ഇതാണ് ചോദ്യം, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഇതുപോലെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ യൂണിഫോമിലായിരുന്നു, അന്ന് നീ എനിക്ക് തന്നതാ, ഇപ്പം നീ സിഗരറ്റ് വലിക്കുമ്പോൾ ഞാൻ നിനക്ക് തന്നത്. ഇപ്പോഴേ അവിടെ നിന്ന് വിട്ടു പോവുകയും ചെയ്തു അയാളെ പിന്നെ പിടികൂടിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ അല്ല, ഒരു പക്ഷേ റിട്ടയർഡ് ആയ ശേഷവും അങ്ങനത്തെ ഒരു അടി വന്നാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കും ഈ പോലീസുകാരൊക്കെ ഓരോരോ രാഷ്ട്രീയ പാർട്ടിയോടുള്ള കൂറും വിശ്വസ്തതയും പരസ്യമായി ഇങ്ങനെ പ്രഖ്യാപിക്കുക. അങ്ങനെ പറയരുതേ. ഞാനൊരിക്കലും മറ്റൊരു പോലീസുകാരൻ്റെ അനുഭവം പറയാം. ASI ആയിട്ട് റിട്ടയർ ചെയ്ത എനിക്ക് പരിചയമുള്ള ആളിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പിന്നീട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് പത്തനംതിട്ട ജില്ലയിൽ പോയി ജോലി ചെയ്തിട്ടുണ്ട്. പേരും ഒന്നും ഞാൻ പറയുന്നില്ല. ASI ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അല്ല, അദ്ദേഹം അവസാനം ഗ്രേഡ് SI ആയിട്ടാണ് തോന്നുന്നു റിട്ടയർ ആയത്. അതിനുശേഷമുള്ള അദ്ദേഹം റിട്ടയർമെന്റിന് ശേഷമുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കാൻ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ഒരു സാധാരണ അവഗണിക്കപ്പെട്ട ഒരു തന്നെ പോലെ, സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എങ്ങനെ നിൽക്കും, അങ്ങോട്ട് മാറിക്കടാ എന്നല്ലേ പറയും. അതുപോലെ ഏതാണ്ട് അതുപോലെ ഇദ്ദേഹത്തോട് അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം അവിടെ അങ്ങനെ നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം യൂണിഫോമിലായിരിക്കുമ്പോഴും ഞാൻ മാധ്യമപ്രവർത്തകനാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആനുകൂല്യമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു പേപ്പർ ഒപ്പിട്ട് വാങ്ങിക്കാൻ വന്നപ്പോഴും അതേ സ്റ്റേഷനിൽ ഞാൻ അവിടെ നിൽപ്പുണ്ട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, പുള്ളി വളരെ നിരാശനായിട്ടാണ് എന്നോട് പറയുന്നത്, ഈ സേനയിൽ ജോലി ചെയ്തിട്ടൊന്നും കാര്യമില്ല ബിനോയ്, ഇത് പോലീസ് ആയിരിക്കുമ്പോഴുള്ളതേ ഉള്ളൂ, റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വില അതുകൊണ്ടോ ഞാൻ എത്ര നേരമായിട്ട് നിൽക്കാൻ, ഇതുവരെ എനിക്ക് CI ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത്, അങ്ങനെ റിട്ടയർഡ് ആകുമ്പോൾ പോലും അവഗണിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാകാം ഒരു പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ കൂറും വിശ്വസ്തയും അവർ പുലർത്തുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് അവർ പരസ്യമായി ഇങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ചട്ടത്തിൽ പെടാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ, സ്വാഭാവികമായും ഈ യൂണിഫോം അഴിച്ചു വെച്ച ശേഷം പുറത്തു വരുമ്പോഴും അവർക്ക് പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കും. അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇവർ ചെയ്യുന്നത്. എന്തായാലും പോലീസിനെ ഉപയോഗിച്ചുള്ള പ്രതിഷേധങ്ങൾ തടയൽ അതങ്ങനെ ഒരു വശത്ത് നടക്കുന്നു. അപ്പുറത്ത് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസ്, നിങ്ങളുടെ സുരക്ഷ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്നു, മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രി, അങ്ങനെ നിങ്ങൾ ഒരുക്കുന്ന സുരക്ഷ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ സുരക്ഷയ്ക്ക് അകത്ത് തന്നെ നിന്നുകൊണ്ടുള്ള ഗവർണറുടെ കൈകൊട്ടിക്കളി, ഈ പറഞ്ഞ പോലെ വേറിട്ട പ്രതിഷേധങ്ങൾ, ഇതൊക്കെയായി നവകേരള യാത്ര. ജനത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളത്, എത്ര പരാതികൾ പരിഹരിക്കപ്പെട്ടു, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു, എന്തൊക്കെ ഗുണങ്ങൾ ജനങ്ങൾക്കുണ്ടായെന്ന് ഇതിനൊക്കെ ശേഷം ജനം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാവും. എന്തായാലും പരാതി കൊടുക്കാനുള്ളൊരിടമല്ല നവകേരള യാത്ര. പരാതിയൊക്കെ അതിന്റെ സൈഡിൽ കൂടെ കൊടുത്തോ. സാധാരണഗതിയിൽ ഒരു പരാതിക്ക് എങ്ങനെ തീർപ്പുണ്ടാകും അതേ വേഗക്കുറവിൽ ആ തീർപ്പുണ്ടാകും എന്ന കാര്യം മുഖ്യമന്ത്രി രക്ഷയില്ല. പിന്നെ സാധാരണക്കാരുടെ പ്രശ്നം പറയാൻ പറ്റാത്ത സദസ്സാണ് നവകേരള സദസ്സ്. എംപിക്ക് അന്നേരം നിങ്ങൾ ഒരു സാധാരണക്കാരനായ ഒരാൾ ഒരു പരാതിയും കൊണ്ട് ചെന്നാൽ എന്താകുമെന്ന് ചോദിച്ചാൽ അതിന് നിലവിൽ ഉത്തരവില്ല. അങ്ങനെ വടക്കുന്ന് തെക്കോട്ട് പുത്തൻപണം സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയും പോലെ ഏതെങ്കിലും യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് തുടങ്ങിയിട്ടുണ്ട്, കൊച്ചിയിൽ നിന്ന് കാസർഗോട്ടേക്ക് തുടങ്ങിയിട്ടുണ്ടോ, എല്ലാം കാസർഗോട്ട് നിന്നാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വടക്കുനിന്ന് ഇങ്ങനെ തെക്കെത്തുമ്പോഴത്തേക്ക് നവകേരള യാത്ര കേരളത്തിൽ എന്തൊക്കെ ബാക്കി വെക്കുമെന്നും എത്ര പ്രതിഷേധക്കാരുടെ തല അടിച്ചു പൊട്ടിച്ച കഷ്ണങ്ങൾ വഴിനീളെ ചിതറിക്കിടക്കുമെന്നും നമുക്ക് അപ്പം കാണാം. ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.